ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ നിന്ന് ആയുധം മാറ്റിയ സംഭവത്തിലേക്കാണ്. ഇതിലിപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ആരറിയോ നമ്മുടെ നിങ്ങളുടെ ഈ രാധാകൃഷ്ണന്റെ കുടുംബല്ലേ? രാധാകൃഷ്ണന്റെ ഇനി മറ്റേ ക്യാമറയിലെ കിട്ടുള്ളൂ. എല്ലാം വളയ്ക്കേണ്ടത് ഇനി ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ അതിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മാതൃഭൂമി ന്യൂസിലൂടെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നവരോട് 10 മണിക്ക് സ്റ്റേഷനിലെത്താനാണ് ചേലക്കര പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ പണി ആയുധങ്ങളാണ് കയ്യിലുണ്ടായിരുന്നത് എന്നാണ് ഇടത് പ്രവർത്തകൻ സുരേന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ചേട്ടാ, ഈ വീഡിയോയിൽ കാണുന്നത് ചേട്ടനാണോ? ഇതിനകത്ത് ചേട്ടൻ വാഹനത്തിൽ ആയുധം കൊണ്ടുപോയി എന്നുള്ളതാണ്. ഞാനെല്ലാം കൊണ്ടല്ല, വേറെ ഫ്ലക്സ് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാർട്ടി വണ്ടിയിൽ പോയതാ. അവര് ഞങ്ങൾ മറ്റേ കൊട്ടിക്കാലിന്റെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ കയറിയപ്പോഴാണ് അവിടെ നിന്നാണ് കയറിയപ്പോഴാണ് ഈ സാധനം കാണുന്നത്. അപ്പം അത് മാറ്റി വെച്ചിട്ട് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. വഴിയിൽ ചെക്കിങ് ഉണ്ടാവേണ്ട വഴിയിലിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ എടുക്കാന്നുള്ള വണ്ടിയിലാണ് ഞങ്ങളത് അവിടെ ഇട്ടത്. അപ്പോൾ വേറെ പറഞ്ഞാൽ അവിടെ വെക്കേണ്ട പാർട്ടി ഓഫീസിലുണ്ടായോ പറഞ്ഞ് ഞങ്ങൾ പാർട്ടി ഓഫീസിൽ വെക്കുകയും ചെയ്തു. എന്താ 2 വെട്ടത്തിയുണ്ട്, കണ്ണുള്ള 2 വെട്ടത്തി. ശരിക്കും നോക്കുന്നില്ല, കാലിൻ്റെ അടിയിലാണ് കിടന്നത്. അപ്പം അതെടുത്തിട്ട് അങ്ങനെ തന്നെ ഒരു പറഞ്ഞു ഫ്രണ്ടിൻ്റെ അടുത്ത് എടുത്തിരുന്നു. അവനാണ് പറഞ്ഞത് വെട്ടത്തി കിടക്കുന്നുണ്ട്, അതെടുത്തിട്ട് ഇറക്കിയത് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ബാക്കിൽ വരണ്ട. അപ്പം ആ 2 ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് ഒരു വീടുണ്ട്. ആ വീടിൻ്റെ വാഹനം ഒരു പതുങ്ങിയതുപോലെ തോന്നുന്നുണ്ട്, ഒന്ന് മാറ്റുന്നുണ്ട്. ഇപ്പം ആ സാധനം വാഹനം കുറച്ചും കൂടെ പുറകോട്ട് മാറ്റുന്നുണ്ട്. അത് വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് എന്നെ എടുക്കാൻ വേണ്ടി വന്ന ബാക്കിലേക്ക് ഈ വണ്ടി വെട്ടത്തി ഇവിടെ വെച്ച് ഈ വാഹനം ഓടിച്ചിരുന്ന ആളുകൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താ സംഭവിച്ചത്? ഞാനിവിടുന്ന് പോകുമ്പോൾ ഈ പാടത്ത് ഒരു ഫ്ലെക്സ് മറിഞ്ഞു വീണിട്ട് അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. സഹാക്കളൊക്കെ അവിടെ പണി നടന്നു. അപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജാഥ വരുന്ന സമയത്ത് സ്വീകരണത്തിൻ്റെ സമയമായി. അപ്പോൾ സ്വീകരണത്തിൻ്റെ സമയം ഇപ്പോൾ ഇവരെന്നെ കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പാടത്തേക്ക് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ ഇവർ പോകാൻ നിൽക്കുകയാണ്. പാടത്ത് പണി കഴിഞ്ഞ് പോകുമ്പോൾ ഇവർ വെട്ടെത്തി 2 വണ്ടിയിലിട്ട് ഞാനത് കാണുന്നില്ല. അവരവിടെ പോയി ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, സ്വീകരണത്തെല്ലാം കഴിഞ്ഞ് അവർ പോയി. സ്ഥാനാർത്ഥി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചേലക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തപ്പോൾ വണ്ടിയിൽ 2 ഇത് കിടണം. അപ്പോൾ സ്കോഡ് വഴിയിലുണ്ടാവും, അതൊന്ന് ഇറക്കി വെക്കിയെന്ന് പറഞ്ഞു. അവരുടെ പണി അത് ഇറക്കി വെക്കാൻ പറഞ്ഞു. പോയി ഇങ്ങോരാണ് പോയിട്ട് അത് ഇറക്കി വെക്കാൻ പോയപ്പോൾ ഞാൻ റിവേഴ്സ് എടുത്തിട്ട് വണ്ടി ബാക്കിലേക്ക് പോയിട്ട് അത് അദ്ദേഹത്തിനോട് പറഞ്ഞു, അതായത് ഇവിടെ കണ്ണേട്ടൻ്റെ പണിസാനാണ്, ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്, അത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അത്രേ ഉണ്ടായിട്ടുള്ളൂ സംഭവം, വേറെ ഒന്നും. ആദ്യം വണ്ടി ഇറക്കി വെക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് വണ്ടി പുറകോട്ട് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് നിലത്ത് വെച്ചിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുത്തിടാം, നമുക്ക് ഓഫീസിൽ തിരിച്ചു വെക്കാം, ഇപ്പൊ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. CCTV കണ്ടിട്ട് പരിഭ്രമിച്ച് വണ്ടി മാറ്റി. നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ബോധരടല്ല. നമ്മൾ അങ്ങനെ CCTVയോ ഞങ്ങളൊരു കള്ളത്തരം ഇല്ല അതിൽ. എന്ത് കള്ളത്തരം? നമുക്ക് കള്ളത്തരത്തിന്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്കോഡ് ഉണ്ടാവും, ഇതിലും വലിയ വഴിയിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇതിലും വലുതാവട്ടോ സാധനം വണ്ടി. ഇപ്പൊ വേറെ കേസൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ഇങ്ങോട്ട് പറഞ്ഞ പോലെയാണ് ഈ സാധനം. നമ്മള് ഈ വണ്ടിയിൽ ഞങ്ങൾ അവിടെ ഇറങ്ങി നിൽക്കല്ല, അവിടെ നിന്ന് കയറുന്നത് വേറെ പാർട്ടിയാണ് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്ലെക്സ് കെട്ടാൻ പോയ സമയത്ത് അതിനുശേഷം അതിനുപയോഗിച്ച ആയുധങ്ങൾ വാഹനത്തിൽ എടുത്തു വെച്ചു. പക്ഷേ അത് മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലത്ത് ചെക്കിംഗ് ഉണ്ടാകും. അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കുകയും പിന്നീട് തിരിച്ചു വരുമ്പോൾ വാഹന പ്രചാരണ ജാഥ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ വടക്കാഞ്ചേരി പോയി തിരിച്ചു വരുമ്പോൾ അത് എടുക്കാം എന്നുള്ള അതിലാണ് തങ്ങൾ വെച്ചതെന്നാണ് അവർ പറയുന്ന ന്യായം. പക്ഷേ അതിനപ്പുറത്തേക്കാണ് എതിരാളികൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. അനീഷ് തോട്ടക്കാടിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്.